ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളോട് നമുക്ക് ഒരു കടപ്പാടുണ്ട്. ഇവിടെ നമുക്ക് വെള്ളത്തിനോട് കടപ്പാടുണ്ട്. ആ കടപ്പാട് നമ്മൾ നിർവഹിക്കണം. വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. സമുദ്ര തീരത്താണെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, മഴ കീഴിട്ട് നിൽക്കുക, ആവശ്യത്തിന് അധികം എടുത്ത് വെള്ളം കുടിക്കാൻ പറ്റൂല. അത് വെള്ളത്തിനോടുള്ള കടപ്പാട് നമ്മൾ എന്താക്കുകയാണ്, നിർവഹിച്ചില്ല എന്നതിന്റെ അർത്ഥം. ഈ ഭൂമിനോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ സസ്യങ്ങളോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ മൃഗങ്ങളോട് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ മരങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അങ്ങനെ ഈ ലോകത്തുള്ള അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടികളോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അത് മാത്രമല്ല, മുസ്ലിങ്ങളാവുന്ന നമ്മൾ പരസ്പരം കടപ്പാടുകളുണ്ട്. ഒരു മുസ്ലിം എന്നുള്ളവർക്ക് മറ്റൊരുത്തർ ചെയ്തോളൂ. മുസ്ലിമീങ്ങൾ അല്ലാത്ത മറ്റു മതസ്ഥർക്കും മതമില്ലാത്തവർക്കും എന്താവണം, ചില കടപ്പാടുകൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില കടപ്പാടുകളുണ്ട്. ഇതാണ് സൗഹാർദ്ദം എന്ന് പറഞ്ഞത്. ഈ സൗഹാർദ്ദവും ഈ സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മളാവണം ബാധ്യസ്ഥരാവണം. ഇത് യഥാർത്ഥ ഒരു മോമിന്റെ ക്വാളിറ്റിയാണ്. ഇവിടെ മഹാന്മാരാവുന്ന സൂഫിയാക്കളാവുന്ന മഹാന്മാരൊക്കെ ഇവിടെ വന്ന് ജീവിച്ചു. അവരൊക്കെ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ആ സൽഗുണങ്ങൾ കണ്ടിട്ടാണ് ജനങ്ങൾ അവരിലേക്ക് ആകർഷകരായത്. അപ്പൊ ഏതായാലും മനുഷ്യനായി ജീവിക്കുക, മറ്റുള്ള മനുഷ്യന്മാരോട്, അത് മതമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, നാട്ടുകാരനാവട്ടെ അന്യനാട്ടുകാരനാവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ശത്രു ആവട്ടെ മിത്രനാവട്ടെ, ഇവനോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്. ഈ കടപ്പാടുകളൊക്കെ നിർവഹിച്ചു കൊണ്ടിട്ട് ഒരു ശരിയായ മുസൽമാനായി ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക.